സുഖമല്ലേ? സന്തോഷമല്ലേ? ഈശോ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സിസ്റ്റർ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയാണ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. നമ്മുടെ നിപ്പ്, നടപ്പ്, സംസാരം, നമ്മുടെ നോട്ടം, അതിലൊക്കെ ഒരു കോൺഫിഡൻ്റ് വേണം. അങ്ങനെ കോൺഫിഡൻ്റായി ജീവിക്കാനുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളെ ചെറുപ്പം മുതൽ നമ്മൾ വളരും തോറും കൂടെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം, ജീവിതം ആനന്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്. സാഹചര്യം എന്താണെങ്കിലും സുനാമി പോലെ, കൊടുങ്കാറ്റ് പോലെ എന്തൊക്കെ വന്ന് പതിച്ചാലും നമ്മൾ ധൈര്യത്തോടെ അതിജീവിക്കേണ്ടവരാണ് നമ്മൾ. അത് എപ്പോഴും മനസ്സിലുണ്ടാകണം. തളർന്നു പോകേണ്ടവരല്ല, ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ കയറി വരേണ്ടവരാണ് നമ്മൾ. ഒന്നിനെയും നമ്മളെ തകർക്കാൻ പറ്റില്ല. ലോകത്തിലുള്ള ഏത് കാര്യത്തിന് നമ്മളെ തകർക്കണമെങ്കിൽ ഞാൻ പെർമിഷൻ കൊടുക്കണം. ഞാൻ എന്ന വ്യക്തി പെർമിഷൻ കൊടുത്താൽ മാത്രമേ, അനുവദിച്ചാൽ മാത്രമേ എന്നെ എന്തിനും ഏതിനും തകർക്കാൻ പറ്റത്തുള്ളൂ. ഈശോ കൂടെ ഉള്ളപ്പം നമ്മൾ തകരുമോ? ഇല്ല. അതിശക്തനായ, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ കൂടെ ഉള്ളപ്പോൾ എന്തിന് ടെൻഷൻ, എന്തിന് പേടി? അപ്പോൾ അത് എപ്പോഴും ഓർത്തേക്കണം. ഏത് സാഹചര്യത്തിലേക്കും ഓർക്കണമെങ്കിൽ എന്താ ചെയ്യണം? ഓർമ്മിക്കണം. ഓർമ്മിക്കാത്ത കാര്യങ്ങൾ മറവിയിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ചിന്തയിലോട്ട് പോകും. അത് വരാതിരിക്കാൻ പലപ്പോഴും ഓർക്കണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തത്, എല്ലാവരെയും, ചുറ്റുവട്ടത്തുള്ള എല്ലാവരെയും സുഖിപ്പിച്ച് സന്തോഷിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രോങ് ഡിസിഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ മുഖം ചിലപ്പം വാടും. അതിനെ പറയുന്നത് എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് ജീവിച്ചാൽ ഇത് വലിയവർക്കുള്ളതാണ്, കുഞ്ഞു കുട്ടികൾക്കുള്ളതല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് പറയും. എല്ലാവരെയും പ്ലീസ് ചെയ്യുന്നവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക. ദൈവത്തെ മുന്നിൽ നിർത്തി എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ചിന്തിക്കുന്നത് കറക്റ്റാണെന്ന് തോന്നിയാൽ അത് ചെയ്യാം. ചിലപ്പോൾ ആരുടെയെങ്കിലും മുഖം വാടും. ഇന്ന് വാടുന്നത് ചിലപ്പോൾ നാളെ വിടരും. അതുകൊണ്ട് അത് ചെയ്യാം. രണ്ടാമത്തത്, മറ്റുള്ളവർ പറയുന്ന ലേബൽ അനുസരിച്ച്, മറ്റുള്ളവർ പറയുന്നത് അതേപടി വിശ്വസിച്ച് ജീവിച്ചാൽ സന്തോഷിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. എൻ്റെ സിസ്റ്റർ പറഞ്ഞ്, മറ്റുള്ളവർ പറയുന്ന വാക്കുകളെ അക്സെപ്റ്റ് ചെയ്ത് അത് ആണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നവന് ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ, ഒരിക്കലേ ഒരു കായലരികത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു. എന്താ? തെങ്ങ്. അല്ല, നെട്ടറ നിൽക്കുന്ന നല്ല പുഷ്ടിയുള്ള ഒരു തെങ്ങ്. ഈ തെങ്ങ് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഉണരുന്നത്, ഈ കായലിൽ മീൻ വാങ്ങാൻ പോകാൻ കുറേ ചേച്ചിമാർ പോവും. രാത്രി ചേട്ടന്മാർ കായലിൽ പോയി മീൻ പിടിച്ച് കൊണ്ടുവരുന്നു. ഈ ചേച്ചിമാരിങ്ങനെ വലിയ കുട്ടയുമായിട്ട് പോയി വാങ്ങിച്ച് ഇവരിങ്ങനെ കലവലാ സംസാരിച്ച്, 2 നേരം ഒന്നിച്ച് പോകുമ്പോൾ സംസാരിക്കുമല്ലോ, ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ അവരുടെ സംസാരം കേട്ടാണ് ഈ നല്ല മിടുക്കനായ തെങ്ങ് ഉണരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഉണർന്ന് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണർന്നു. അത് കഴിഞ്ഞ് ചുറ്റുവട്ടമൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ നിൽക്കുമായിരുന്നേ. ക്രമേണ എന്താ, സമയം മാറി. 10 മണിയായി, 11 മണിയായി, 12 മണിയായി. 12 മണിയായപ്പം സൂര്യൻ തലയ്ക്ക് മുകളിൽ വരും, അല്ലേ? അപ്പം നല്ല ചൂടായിരിക്കും, നിഴൽ കാണില്ല. ഈ സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ഒരു ചേട്ടൻ, അപ്പോൾ ദൂരേന്ന് ഇങ്ങനെ ചേട്ടൻ നടന്നു വരികയാണ്. അപ്പോൾ തെങ്ങിന് കാണാം, തെങ്ങിനെ ലക്ഷ്യം വെച്ചാണ് ഈ ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ഈ തെങ്ങ് അങ്ങനെ കാത്തുന്നു. ആ ചേട്ടൻ ഇങ്ങനെ നടന്ന് ഈ തെങ്ങിൻ്റെ അടുത്ത് വന്നു. തെങ്ങിൻ്റെ അടുത്ത് വന്നപ്പോൾ അയാളുടെ മുഖം മാറി. അയാളിങ്ങനെ നോക്കിയിട്ട് പറയാം, അല്ലയോ തെങ്ങേ, നീ എത്ര കാലമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്? നിനക്കൊരു ശാഖയുണ്ടോ? നീ നടന്ന് ക്ഷീണിച്ച് വരുന്നവന് അറ്റ്ലീസ്റ്റ് ഇച്ചിരി നിഴൽ കൊടുത്തൂടെ? നിനക്കതുണ്ടോ? നിൻ്റെ ഇലകളൊക്കെ എന്താ ഇങ്ങനെ കോലുപോലെ ഇരിക്കുന്ന? അറിയാലോ, തെങ്ങിന് നിഴലില്ല. അപ്പോൾ ഇങ്ങനെ കോലുപോലെ ഇരിക്കുന്നു, ഒരു ബ്രാഞ്ചസ് ഇല്ല, ഒരു ശാഖയില്ല. നീ മറ്റ് വൃക്ഷങ്ങളെയൊക്കെ നോക്കൂ, അവർ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, മാവ് കണ്ടില്ലേ, പിന്നെ എന്താ പ്ലാവ് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ഓരോ മരത്തെയൊക്കെ കാണിച്ചു കൊടുത്ത് പറയുവാണ്, കണ്ടോ ഇതൊക്കെ എങ്ങനെയുണ്ട്, നീ എന്താ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരാൾക്ക് ഇച്ചിരിയെങ്കിലും കൊടുത്തൂടെ എന്ന് പറഞ്ഞ് ഈ തെങ്ങിനെ കുറ്റം പറയാൻ തുടങ്ങി.
അപ്പോൾ തെങ്ങ് ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം എല്ലാം കേട്ടു. ഒരു മറുപടിയും കൊടുത്തില്ല, പക്ഷെ പുള്ളിക്കാരത്തി ഇങ്ങനെ കേട്ടു. കുറച്ച് കഴിഞ്ഞ് അയാൾ പറഞ്ഞ് ഇതിനെ നോക്കി ഇത് എന്താ ഇങ്ങനെയൊക്കെ കൈയൊക്കെ കാണിച്ച് ആക്ഷനൊക്കെ കാണിച്ച് അയാൾ അങ്ങ് മുഖം വീർപ്പിച്ച് അങ്ങ് കടന്നുപോയി. അപ്പോൾ ഈ തെങ്ങിങ്ങനെ ഒറ്റയ്ക്ക് ചിന്തിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെയല്ലേ ഒറ്റയ്ക്ക് ചിന്തിക്കും, ആ ശരിയാണ്, ആ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. പണ്ടും വേറൊരു ചേട്ടനും പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ കൊള്ളത്തില്ല, ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ പൊങ്ങിപ്പോകും, നമുക്കിങ്ങനെ എത്തിപ്പിടിക്കാനൊന്നും പറ്റത്തില്ല. ആ ചേട്ടനും പറഞ്ഞു. ഇന്നിതേ ഈ ചേട്ടനും പറഞ്ഞു. അപ്പം ശരിയാണ്, എനിക്ക് ഒരു ഗുണവും ഇല്ല, എനിക്ക് ബ്രാഞ്ചസ് ഇല്ല, ശാഖകളില്ല, ഞാൻ എന്തിനിങ്ങനെ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നു, കഷ്ടപ്പെട്ട് എന്തിനാ ഇങ്ങനെ മണ്ണൊക്കെ വേസ്റ്റാക്കി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അങ്ങ് അടുത്ത് കിഴക്കൻ കാറ്റ് വരുമ്പോൾ വൈകുന്നേരം അങ്ങ് താഴെ വീണ് അങ്ങ് ചാകാം. ഓക്കെ, എന്തിനാ ജീവിക്കാം എന്ന് പറഞ്ഞ് ഈ തെങ്ങിങ്ങനെ ഒരുങ്ങി അവസാനം തെങ്ങ് പറയും ശരിയാ, ചാകാം. അങ്ങനെ വൈകുന്നേരമായി, കിഴക്കൻ കാറ്റ് വന്നു, ഈ തെങ്ങിങ്ങനെ മറിഞ്ഞങ്ങ് വീണു. ഓക്കെ, തെങ്ങ് മറിഞ്ഞ് വീണു, പക്ഷെ അതിന് കേൾക്കാം, അത് ചത്തിട്ടില്ല, ഓക്കെ, മരിച്ചിട്ടില്ല. അപ്പോൾ തെങ്ങിങ്ങനെ ചാഞ്ഞിങ്ങനെ തറയിൽ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ സന്ധ്യയായപ്പോൾ ഒരു കുട്ടി ബാറ്റും ബോളും ഒക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടി കായൽ തീരത്തേക്ക് വന്നു. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ പാടി ചാടി ഓടിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണുന്നതെന്നാ പതിവില്ലാതെ തെങ്ങ് മറിഞ്ഞു വീണ് കിടക്കുക. ഇവനിങ്ങനെ തെങ്ങിൻ്റെ മണ്ടയിൽ കയറുന്നു, അതിൽ ഒരു കരിക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നു, പൊളിച്ചല്ല ഇങ്ങനെ തിരുക്കിയെടുക്കത്തില്ലേ, എടുത്തു ഒരു പാറ കൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് അവൻ കുടിക്കും. എന്നിട്ട് പറയാം, എന്തൊരു ടേസ്റ്റാണ്, എന്തൊരു ജ്യൂസിയാണ്, എന്തൊരു മധുരമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അപ്രീസിയേഷൻ. എന്തൊരു സമയം കുറച്ച് കുടിക്കുന്നു, അത് കരിക്കൊക്കെ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈവൻ പോയി കൂട്ടുകാരെ വിളിക്കുന്നു, വീട്ടിലെ അമ്മയെ വിളിക്കുന്നു, എല്ലാവരും ഇങ്ങനെ പടപോലെ വരുന്നു. എല്ലാവരും കൂടി പറഞ്ഞു, എന്ത് രസം, അതിൻ്റെ തെങ്ങിൻ പൂക്കല എന്ത് രസം, അതിൻ്റെ ഓല എന്ത് രസം, തേങ്ങ കറിക്ക് അരയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് പലരും ഇതിന് അപ്രീഷിയേറ്റ് ചെയ്യാം. തെങ്ങ് ഇതെല്ലാം ഇങ്ങനെ കിടന്ന് കേൾക്കുവാണ്. പക്ഷെ ഓൾറെഡി അത് മറിഞ്ഞു വീണില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പം കഥ നമുക്കിവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഇതിൽ നമ്മൾ എത്ര ആൾക്കാരെ കണ്ടു? 3 ക്യാരക്ടേഴ്സ്. ഒന്ന് തെങ്ങ്, ഒന്ന് എന്നാ വഴിയോരത്ത് ക്ഷീണിച്ച് വരുന്ന ഒരു ചേട്ടൻ, രണ്ടാമത്തത് കുട്ടി. ഓക്കെ, ഈ 3 ക്യാരക്ടേഴ്സിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ നമ്മളാകും. തെങ്ങിൻ്റെ സ്വഭാവം എന്താ? മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അത് കേൾക്കുന്നു, അത് അംഗീകരിക്കുന്നു, അത് എൻ്റേതാക്കി മാറ്റുന്നു, ആ ലേബൽ ഇങ്ങനെ ഒട്ടിച്ച് ശരിയാണ്, ഞാൻ അങ്ങനത്തെ വ്യക്തിയാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, ശരിയാണ്, അയാൾ പറഞ്ഞു കറക്റ്റ്, ആ ലേബൽ ഒട്ടിച്ച് ജീവിക്കുന്നു, വിശ്വസിക്കുന്നു, അതനുസരിച്ച് ജീവിച്ച് അവസാനം ക്ലൈമാക്സ് മനസ്സിലായല്ലോ, സാഡാണ്. രണ്ടാമത്തെ ആളെന്നാ എല്ലാ കാര്യത്തിനും കുറ്റം പറയും. നല്ലതാണോ ആദ്യം വരുന്നത്? ഒരു സംഭവം വന്നപ്പോൾ തെങ്ങിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപകാരമാണ് അല്ലേ, എല്ലാം അത് ഉപകാരമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും കാണാതെ അതിൻ്റെ ഒരു കുറവിനെ ഇങ്ങനെ സൂം ചെയ്ത് അതിനെ കണ്ട് കുറ്റപ്പെടുത്തി ശകാരിച്ച് ജീവിക്കുന്നത് ചില ആൾക്കാർ അങ്ങനെയല്ലേ, ഏതിനും നെഗറ്റീവേ കാണത്തുള്ളൂ. അതുപോലുള്ള മനുഷ്യനാകാം നമുക്കും. മൂന്നാമത്തെ തന്നെ കുട്ടി, എന്തിലും സന്തോഷം കണ്ടെത്തുന്ന, അല്ല എന്തെങ്കിലും പോസിറ്റീവായിട്ട് കണ്ടെത്തി പോസിറ്റീവായിട്ട് പറയുന്ന, അഭിനന്ദിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവം. ഓക്കെ, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ തെങ്ങിനെ പോലെ ആകാം, 2 തളർന്നു വരുന്ന വഴിയാത്രക്കാരനെ പോലെ ആകാം, 3 കുട്ടിയുടെ സ്വഭാവവും നമുക്കാകാം. എൻ്റെ മക്കളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നേരത്തെ സിസ്റ്റർ പറഞ്ഞില്ലേ, മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച്. ഇപ്പോൾ ടീച്ചർ പറയുവാണ്, നീ ഇതിന് പഠിക്കത്തില്ല, നീ കൊള്ളത്തില്ല, നീ വേണമെങ്കിൽ TC വാങ്ങിച്ചു പോ. ടീച്ചർ ആ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും, കാരണം നമ്മളോട് പലതവണ പറഞ്ഞിട്ട് ആ വിഷയം നമ്മൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം, നമ്മൾ ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ടാകാം അന്ന് കാണിക്കാത്തത്, മാർക്ക് കുറഞ്ഞു പോയത്. പക്ഷെ നമ്മൾ ആ ടീച്ചർ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ കൊള്ളില്ല, ഓക്കെ, ഞാൻ അങ്ങനത്തെ ആളല്ല. ഇപ്പം വീട്ടിൽ ആരെങ്കിലും, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ, നമ്മളെപ്പോലെ നല്ല മിടുക്കരാകണമെന്നില്ല. ചിലപ്പോൾ അവർ വാക്കുകളൊക്കെ പറയുമ്പോൾ മോശം പറയുമായിരിക്കും. അപ്പോൾ ദേഷ്യം കയറുമ്പോൾ ചിലവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, അങ്ങനെ പറയുന്നതായിരിക്കാം ചിലപ്പോൾ നീ ഗുണം പിടിക്കത്തില്ല.
അല്ലേ? നീ അവനെ കണ്ടുപിടിക്ക്, എപ്പോഴും നീ എന്താ ഇങ്ങനെ ചെയ്യണേ, അവളെ നോക്ക് എന്ത് ഭംഗിയായിട്ട് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ? അപ്പോൾ അവർ പറയുന്ന ഈ വാക്കുകൾ മാത്രം നമ്മൾ, ഈ പശു അയവറക്കില്ലേ, ദഹിക്കാത്ത ഭക്ഷണം ഇങ്ങനെ ഛർദ്ദിക്കുന്നത് പോലെ അല്ലെ തികട്ടി വരുന്നത് പോലെ, ഇത് മാത്രം ഇങ്ങനെ എടുത്തു വെച്ച് നമ്മൾ ആലോചിച്ച് അത് ഭയങ്കര പ്രശ്നമാക്കി മാറ്റും. അപ്പം അങ്ങനെ വേണ്ട, നമുക്ക് തെങ്ങിൻ്റെ സ്വഭാവം നമുക്ക് വേണ്ട. നമുക്ക് കുട്ടിയുടെ സ്വഭാവം എടുക്കാം. ഓക്കെ, എല്ലാത്തിലും നന്മ കണ്ടെത്തുന്ന, എല്ലാത്തിലും കുറവുകളെ മിനിമൈസ് ചെയ്ത് പ്ലസ് പോയിൻറ്റ്സിനെ മാക്സിമൈസ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നമുക്കെടുക്കാം. ഓക്കെ, ഇനി അടുത്ത വഴിയാത്രക്കാരനെ പോലെ എപ്പോഴും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്വഭാവവും നമുക്ക് വേണ്ട. നമ്മൾ വേദനിച്ചാലും മറ്റുള്ളവരെ വേദനിപ്പിക്കണോ? നമുക്ക് സന്തോഷിപ്പിച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും ഓർക്കുമല്ലോ. ഓക്കെ, ഇനി ഈ കോൺഫിഡൻറ്റ് കൂട്ടാനുള്ള കുറച്ച് വഴികൾ പറഞ്ഞേട്ടെ. നമ്മളെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടണം. എവിടെ പോയാലും മക്കളെ നമ്മൾ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങണം, ചിറകടിച്ച് നമ്മളിങ്ങനെ ഉയരണം. ഓക്കെ, ചിറകടിച്ച് കാലം കഴിയും തോറും, നമ്മുടെ പ്രായം കൂടും തോറും നമ്മൾ ഉയരണം. താഴ്ന്ന ലെവലിലല്ല, താഴ്ന്ന നിലവാരത്തിലല്ല, ഉയർന്ന നിലവാരത്തിൽ ഉയർന്ന ചിന്തകളോട് വേണം നമ്മൾ ജീവിക്കാൻ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ചിറകടിച്ചും ഉയരാം, ചിതലരിച്ചും ജീവിക്കാം. ചിതലരിക്കുന്ന എങ്ങനെയാ? തറയോടല്ലേ? അല്ല, ഇപ്പോൾ ഈ തടിയിൽ ചിതലരിച്ചത് ഈ ഭാഗങ്ങളിലല്ലേ, താഴെയായിരിക്കും. ചിറകടിച്ചാണെങ്കിലോ, പക്ഷി ചിറകടിച്ച് താഴെയല്ല നിൽക്കണത്, അതിങ്ങനെ ഉയർന്ന് വേലിക്ക് മേലെ, മതിലുകൾക്ക് മേലെ, മലകൾക്ക് മേലെ അതിങ്ങനെ പറന്ന് അനന്തവിഹായസിൽ വിഹരിക്കും അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ചെറിയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഇതാണ് ഈശോയുടെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവം നമ്മളെ മാനിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. ചോയ്സ് നമ്മുടേതാണ്. സിസ്റ്ററിൻ്റെ ചോയ്സാണ്, അല്ലെങ്കിൽ സിസ്റ്ററിന് ദൈവം തീരുമാനിക്കാനുള്ളതും ജീവിതം സെറ്റപ്പ് ആക്കാനുള്ളതും ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അത് തീരുമാനം എടുക്കാനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ചോയ്സ് എടുക്കാനുള്ളത് എൻ്റെ തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ മക്കളെ, ജനിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടാണ്? അല്ല. മരിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ്? അല്ല. അതിൻ്റെ ഇടയിലുള്ള ജീവിതം സുന്ദരമാക്കാൻ ഉള്ളത് എൻ്റെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്ക്, നമ്മൾ ദീർഘശ്വാസം എടുക്കണം. ഓക്കെ, വല്ലപ്പോഴും ഒക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴോ, ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോഴോ, ടെൻഷൻ ഉള്ളപ്പോഴോ, അല്ലെങ്കിൽ സ്ട്രെസ് എന്നൊക്കെ പറയില്ലേ, നെർവസ്, ഇങ്ങനെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങുന്നു, അയ്യോ പഠിച്ചതെല്ലാം മറന്നുപോയി, അയ്യോ അത് ശരിയാണോ, എങ്ങനെ എഴുതും, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നൽ വരുമ്പോഴൊക്കെ ടേക്ക് എ ഡീപ് ബ്രെത്ത്. എങ്ങനെയാണ്? ഹോൾഡ് ചെയ്യണം, റിലീസ് ചെയ്യണം. ഓക്കെ, ഉദാഹരണത്തിന് 1 2 3 4 5 ഈ കൗണ്ടിൽ നമ്മളെ ശ്വാസം എടുക്കണം. അങ്ങനെ ആടിവയറ്റിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുന്നു. 1 2 3 4 5 അടുത്ത അത്രയും നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം ഹോൾഡ് ചെയ്യണം. ഓക്കെ, ശ്വാസം പിടിച്ച് നിർത്തണം. അടുത്ത 5 പതിയെ ശ്വാസം റിലീസ് ചെയ്യണം. ഓക്കെ, വേണമെങ്കിൽ കൈയൊക്കെ വെച്ച് നമ്മൾ കാണിക്കുക. ഓക്കെ, നമുക്കപ്പോൾ ഒന്നിച്ചെടുത്താലോ? ഒന്ന് നേരെ ഇരുന്നോ. ഓക്കെ, നേരെ ഒന്ന് ഇരുന്നോ. ഓക്കെ, ഇതിലിങ്ങനെ ഇതുപോലെ ഒരു 3-4 തവണ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുഖം, നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ആവും, നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് തോന്നും. ഓക്കെ, ചെയ്യണം. വല്ലപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാം. ടേക്ക് ഡീപ് ബ്രെത്ത്, ഹോൾഡ് ഓൺ, റിലീസ്, ഹോൾഡ് ഓൺ, റിലീസ്. ഇവിടെ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, സിസ്റ്റർ പറയാറില്ലേ, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻറ്റ് കൂടും. ഓക്കെ, ഒരാൾ സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ചിരിക്കത്തില്ല. ഓക്കെ, മുഖം മ്ലാനമായിട്ടിരിക്കും. ഓക്കെ, അങ്ങനെ മ്ലാനത കൊണ്ട് നടക്കരുത്. നമ്മളെപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ ആയിരിക്കണം. ഓക്കെ, അപ്പം സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള രണ്ടാമത്തെ വഴി, ഒരു പുഞ്ചിരി എപ്പോഴും കൊണ്ട് നടക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ടിപ്പ്, നമുക്കൊരു പേപ്പറും പേനയും എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ബുക്കായാലും മതി, എടുക്കണം. ഓക്കെ, ഇതുള്ള സിസ്റ്റർ ഒരു പേന എടുത്ത്, പേപ്പർ എടുത്തു. ഇനി ഇതിപ്പോൾ A4 സൈസ് പേപ്പറല്ലേ, ഇതിനെ നമുക്ക് 2ആയിട്ട് മടക്കാം. ഓക്കെ, 2ആയിട്ട് മടക്കിയിട്ട്
ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, ഉദാഹരണത്തിന് ബ്ലെസ്സിങ്സ്. ഇങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സിസ്റ്റർ ഇങ്ങനെ എഴുതുമ്പോൾ സിസ്റ്ററിൻ്റെ പേന എവിടെയാണ്, കൈ എവിടെയാണ്, കണ്ണെവിടെയാണ്, സിസ്റ്റർ ചിന്തിക്കുന്നത് ഇവിടെയാണ്, ഇവിടെ വരും അല്ലേ? നമുക്ക് വേറെങ്കിലും നോക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി ചെയ്യാം. ശ്രദ്ധ മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്നെ എഴുതണം. അതുകൊണ്ടാണ് കുഞ്ഞുമക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ടിപ്പാണ്, പഠിക്കുന്നത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ എഴുതി നോക്കണം. ഇങ്ങനെ ചിക 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 ഇങ്ങനെ ഉരുട്ടി ഭയങ്കര സൗന്ദര്യം വരുത്തി എഴുതണ്ട. ചിക 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 ഇങ്ങനെ 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 പറഞ്ഞ് എഴുതിയാൽ മതി. ലാലല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് വേൾഡ് വാർ സോ അത് ഇമ്പോർട്ടൻറ്റ് റീസൺസ് ലാലല ലലല ലലല. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറയുന്നതോട് ഇങ്ങനെ സ്ക്രിബിളല്ലേ ചെയ്യുന്നേ? ഓക്കെ, എഴുതുന്നില്ല. അപ്പോൾ എഴുതുമ്പോൾ മനസ്സിലാവും നമ്മുടെ ബ്രെയിനിൽ എത്രമാത്രം ഉണ്ടെന്ന്. ഓക്കെ, അതാണ് എഴുതി നോക്കണം, വായിച്ച് പഠിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം. ഇപ്പം പറയുമ്പോൾ എന്നാ ചെയ്യും? ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ, സോഷ്യൽ റീസൺസ്, പൊളിറ്റിക്കൽ റീസൺസ് എന്ന് പറയുമ്പോൾ എന്നാ, ഈ പറയുന്ന കാര്യം ഞാൻ തന്നെ കേൾക്കും. ഓക്കെ, പറയുന്നത് ഉറക്കെ പറയുമ്പോൾ ഞാൻ തന്നെ കേൾക്കും, എൻ്റെ ബ്രെയിന് കേൾക്കും. ഓക്കെ, ഉറക്കെ പറയണം. ഇപ്പോൾ എഴുതുന്നതിൻ്റെ ഇതിൻ്റെ കൂടെ സിസ്റ്റർ ഓർമ്മിപ്പിച്ചതാണ് എഴുതി നോക്കണം. അപ്പോൾ ഫോക്കസ് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഒരു ഒളിമ്പിക്സിൽ ജയിക്കണമെങ്കിൽ എന്നാ ചെയ്യണേ? ഓടുന്നയാൾ തിയറി പഠിക്കുവാണ്. ഇങ്ങനെ ഓടുമ്പോൾ വിസിലടിക്കുമ്പോൾ ആദ്യം വലതുകാലം മുന്നിൽ വയ്ക്കണം, പിന്നെ ഇടതുകാൽ ഇത്ര സെൻറ്റിമീറ്ററിൽ അല്ലെങ്കിൽ ഇത്ര വെക്കണം, അത് ഈ സമയം അത് ടേൺ ചെയ്യണം, ഇത്ര അകലത്തിലേ വെക്കാവൂ എന്നൊക്കെ പഠിക്കുമോ? ഇല്ല, പുള്ളി ഓടി 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 ട്രാക്കിൽ ഓടി ഓടി അതിൽ ക്ലിയർ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാലോചിച്ച് ചിന്തിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുന്നവന് ഇത് മതി കേട്ടോ, എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാൻ അത് മതി. പക്ഷെ നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ട് അഭിമാനത്തോടെ ജയിക്കണമെങ്കിൽ എഴുതി നോക്കണം. ഇതിങ്ങനെ എഴുതി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈ ഇങ്ങനെ ചലിക്കും. ഓക്കെ, പരീക്ഷ എഴുതുമ്പോൾ കൈ ഇങ്ങനെ ഫ്ലോ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കടിച്ചിരിക്കുക, അയ്യോ അടുത്തത് എന്താണ്, മറന്നുപോയി, വിട്ടുപോയി എന്നൊക്കെ വരും. ഓക്കെ, ഇത് സിസ്റ്റർ ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ്. കുഞ്ഞുമക്കൾ ഓർത്ത് എഴുതി പഠിക്കണം. ഇവിടെ നമ്മൾ എന്നാ ചെയ്യണം? ബ്ലെസ്സിങ്സ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഫോക്കസും ഏകാഗ്രതയൊക്കെ കിട്ടും. അപ്പോൾ ഒന്നാമത് ഞാൻ ചുമ്മാ ചിന്തിക്കുകയാണ്, ദൈവം തന്ന ബ്ലെസ്സിങ്സ്. പഴയ ബ്ലെസ്സിങ് ഓർക്കണം, പണ്ട് 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 ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഓർത്തെടുക്കുമ്പോൾ നമ്മൾ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ ഞാൻ പറയണം, ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചപ്പോൾ പപ്പ എനിക്കൊരു കൊലുസ് വാങ്ങിച്ച് തന്നായിരുന്നു, സിസ്റ്ററിൻ്റെ പപ്പ. ഓക്കെ, അപ്പോൾ ഞാൻ അത് എഴുതുവാണ്. ഓക്കെ, പപ്പ എനിക്ക് കാലിലിടാൻ നല്ല ഒരു കൊലുസ് വാങ്ങിച്ചു തന്നു. ഓക്കെ, ഈശോയെ താങ്ക് യു. അടുത്തത് ഞാൻ ഓർക്കുവാണ്. ഓക്കെ, പള്ളിയിൽ പരിപാടി നടക്കുമ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സ്, പാരൻസ് നമുക്ക് ഏറ്റവും അവസാനം ഒരു കലാപരിപാടി വയ്ക്കുമല്ലോ. അപ്പോൾ അന്ന് ഒറ്റയ്ക്ക് ഒരു ഡാൻസ് ചെയ്തപ്പോൾ എല്ലാവരും കൈയടിച്ചു, അഭിനന്ദിച്ചു. ഓക്കെ, അവിടുത്തെ സിസ്റ്റർ പ്രത്യേകം വന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, ഡാൻസ് കളിച്ചത്. ഓക്കെ, നമ്മൾ അതെഴുതുന്നു. ഓക്കെ, നമുക്ക് ആ ഫീലിലോട്ടൊന്ന് പോയിക്കേ, ഡാൻസ് കളിക്കുക. ഓ എന്ത് രസം. അന്ന് ആ കുഞ്ഞി പാവടൊക്കെ ഇട്ടുകൊണ്ട് പോയി സിസ്റ്റർ ഇങ്ങനെ തോളി തട്ടി വെൽഡൺ എന്നൊക്കെ പറഞ്ഞത്, വാ രസം. ഓക്കെ, ഇനി 3ാമത്തെ അനുഗ്രഹം ഓർത്തെടുക്കണം. 3ാമത്തെ എന്തായിരിക്കും? ഓക്കെ, 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ കുറേ സാറുമാർ വീട്ടിൽ വന്ന് പപ്പയൊക്കെ അഭിനന്ദിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ബ്രോഷർ, ഇന്ന് നമ്മൾ ബ്രോഷറൊക്കെ ഡിസൈൻ ചെയ്ത് അയക്കുക ഇല്ലേ, നമ്മൾ ഈ കോപ്പിയൊക്കെ എടുക്കുക. അന്ന് ഈ കോപ്പിയൊന്നുമല്ല, ഇങ്ങനെ നാട്ടിലെല്ലാവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും, ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി, പുതിയ കുട്ടികളെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം നമ്മുടെ ഫോട്ടോ അതിൽ വരുമ്പോൾ ഉണ്ടായ സന്തോഷം, എന്ത് രസം. ഓക്കെ, ഇനി താങ്ക് യു ജീസസ് പറയുന്നു. ഓക്കെ, പിന്നെ ഞാൻ വേറെ ഈ ലെവൽ അക്കാഡമിക്ക് വിട്ട് ഞാൻ വേറെ ലെവലിൽ ചിന്തിക്കുന്നു. ദൈവം എന്നെ മനസ്സിലാക്കുന്ന, എനിക്ക് നല്ലൊരു അമ്മയെ തന്നേന്ന് നന്ദി പറഞ്ഞു. എത്ര വഴക്കുണ്ടാക്കിയാലും അമ്മ സ്നേഹത്തോടുകൂടി രാത്രി വന്ന് ഒരു ചക്കര ഉമ്മയൊക്കെ തന്നിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. ഓക്കെ, അമ്മയെ തന്നതിന് താങ്ക്സ്. പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് തന്നതിന് താങ്ക്സ്. നല്ല കൂട്ടുകാരെ തന്നതിന് താങ്ക്സ്. 2-3 കൂട്ടുകാരൊക്കെ ഇങ്ങനെ കട്ടീസൊക്കെ ഇട്ട് പോവുമെങ്കിലും എനിക്ക് 2 കൂട്ടുകാർ നല്ല എപ്പോഴും കൂടെയുള്ള കൂട്ടുകാരുണ്ട്. ഓക്കെ, താങ്ക്സ്.
ഇന്ന വിഷയം എനിക്ക് ഭയങ്കര പാടായിരുന്നു, പക്ഷേ ഈ വർഷം വന്ന ടീച്ചർ എന്നെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിപ്പിക്കുക, എൻ്റെ മേലൊരു പ്രത്യേക ശ്രദ്ധയുണ്ട്, താങ്ക്സ്. ഇതുപോലെ മക്കളെ എണ്ണി 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 എഴുതണം. എന്നിട്ട് ആ ഫീലിലേക്ക് പോകണം, ആ പഴയ ഫീലിലേക്ക്. അന്ന് എങ്ങനെയായിരുന്നു ആ സന്തോഷത്തിൻ്റെ മുഖം, പുഞ്ചിരി, എല്ലാവരും വന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷം, ഇതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇത് 3ാമത്തെ ടിപ്പാണ്. 1ാമത്തേത് സിസ്റ്റർ എന്താ പറഞ്ഞാൽ മറന്നോ? ഇല്ല, ഓരോത്തെ ഡീപ് ബ്രത്ത്. ഓക്കെ, ബ്രത്ത് എടുക്കണം ആര്യം പറഞ്ഞു. 2ാമത്തെ ടിപ്പ് എന്ത് പറഞ്ഞു? നമ്മൾ പുഞ്ചിരിയോടുകൂടി നടക്കണം. സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഉള്ളിലുള്ളത് പുറത്ത് വരും, അതുകൊണ്ട് നല്ല പുഞ്ചിരിക്കുന്ന വ്യക്തിയായിരിക്കണം. സിസ്റ്റർ ചില കൂട്ടുകാരെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾ മുഖത്ത് നോക്കത്തില്ല, പുഞ്ചിരിക്കത്തില്ല. നമുക്കൊരാളെ പ്രത്യേകിച്ച് അറിയില്ലെങ്കിൽ, ഒരു അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ തലയും കുമ്പിട്ട് നടക്കും. അങ്ങനെ ആകരുത് കേട്ടോ. കുഞ്ഞുമക്കളെ, വലിയവരായാലും മക്കളെ ചിരിക്കാൻ പഠിപ്പിക്കണം, കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കണം, സ്ഫുടതയോടെ സംസാരിക്കാൻ. അതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. തന്നെത്താനെ പഠിച്ചു വരണമെന്നില്ല, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, മാതൃക കാണിച്ചു കൊടുക്കണം. ഓക്കെ, 3ാമത്തെ ടിപ്പ് എന്താ? ബ്ലെസ്സിങ്സ്. എഴുതി എഴുതി ആ ഫീലിലോട്ട് നമ്മൾ പോകണം. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ടിപ്പ്. ഇതിലേതെങ്കിലുമൊക്കെ പ്രയോഗിച്ച് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ഉള്ളവരായിരിക്കണം. ഓക്കെ, ഒരു ഹൃദയം വരയ്ക്കണം. ഓക്കെ ഓക്കെ എൻ്റെ ഹൃദയം. ഓക്കെ, അവരവരുടെ ഹൃദയം വരയ്ക്കുക. ഓക്കെ, നമ്മളൊരു സുന്ദര ഹൃദയം വരച്ചു. ഇനി ഈ ഹൃദയം ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പം കേട്ടോ, ഒറ്റയ്ക്ക് ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ചിന്തിക്കുക, ഈ ഹൃദയം സിസ്റ്റർ ഉദാഹരണത്തിന് ഒരു ഹൃദയം വരച്ചു. ഈ ഹൃദയത്തിന് ചുറ്റും നമ്മളെ വിഷമിപ്പിച്ച ആൾക്കാരെ നമ്മൾ ഓർത്തെടുക്കണം. ഓക്കെ, പണ്ട് മുതലേ തുടങ്ങാം, ഇന്നും ഇന്നലെയല്ല, പണ്ട് മുതൽ. അപ്പോൾ ഉദാഹരണത്തിന് ഒക്കെ ചുമ്മാ ചിന്തിക്കുകയാണ്. ഓക്കെ, ഒരു പേര് പറഞ്ഞേ. ഓക്കെ, സുനിതയ്ക്ക് വരെ സുനിലെന്ന് കൊടുക്കാം. ഓക്കെ, സുനിൽ പണ്ട് എന്നെ മോശം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം മോശമായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്ന് ഓർക്കുമ്പോഴേ എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര ദേഷ്യമാണ്. ഓക്കെ, സുനിൽ. അടുത്തിനി ഒരാളെ പറഞ്ഞേ, എൻ്റെ കൂട്ടുകാർ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ എപ്പോഴും മോശം പോയി ടീച്ചറിനോട് പറഞ്ഞു കൊടുത്ത, അടി വാങ്ങിച്ച് തരാൻ വേണ്ടി ശ്രമിച്ച ശ്രീജ. അവരുടെ ആ കുഞ്ഞ് പാവമാണ്, ഇന്ന് നമ്മൾ ഫ്രണ്ട്സാണ്, പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് എന്നെ വിഷമിപ്പിച്ചത്. ഇനി അടുത്ത് എൻ്റെ പപ്പ എന്നും വന്ന് അമ്മയെ വഴക്ക് പറയുമ്പോൾ, ചിലപ്പോഴൊക്കെ കുടിച്ചിട്ട് വന്ന് അമ്മയെ മെക്കിട്ട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് സങ്കടമാണ്. ഞാൻ ആരോടും പറഞ്ഞില്ലെങ്കിൽ പപ്പ വൈകുന്നേരം വീട്ടിൽ വരുന്നത് ഓർക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. മാത്രമല്ല പപ്പയുടെ അടുത്ത് എനിക്ക് ദേഷ്യമാണ്. ഓക്കെ, പപ്പ ഇഷ്ടമില്ല. ഇനി ഒരാളെ കൂടി പറഞ്ഞേ. ഓക്കെ, ആരെ എടുക്കാം? സ്കൂൾ കഴിഞ്ഞു, പള്ളിയിലെ സിസ്റ്ററിനെ എടുക്കാം. സിസ്റ്റർ എപ്പോഴും പറയും, മുമ്പിലിരിക്കുക, ഫ്രണ്ടിലിരിക്കുക, ശരിയല്ല, ഞാൻ എന്ത് ചെയ്താലും ഭയങ്കര തെറ്റ്, എന്നെ എല്ലാവരുടെ മുമ്പിലൊക്കെ എണീപ്പിച്ച് നിർത്തി സിസ്റ്റർ വഴക്ക് 2 തവണ പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് ആ സിസ്റ്ററിനെ ഭയങ്കര ദേഷ്യമാണ്. മിഠായിയൊക്കെ തരുമെങ്കിൽ ശരിയല്ല, വഴക്ക് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ ലെവല് മാറും, അതുകൊണ്ട് സിസ്റ്ററിനെ എനിക്ക് ദേഷ്യമാണ്. ഇതുപോലെ മക്കളെ ഓരോരുത്തരെ നമ്മളെ കുഞ്ഞായിട്ട് വേദനിപ്പിച്ച ആളാണെങ്കിൽ നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് ഇച്ചിരി ദേഷ്യം, ഇച്ചിരി ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ വ്യക്തികളുടെ പേര് എഴുതണം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത് ചെയ്യേണ്ടത് വേറൊരു പേന എടുക്കണം. എന്നിട്ടാണ് ഈശോയുടെ സ്നേഹത്തെ പ്രതി. ഓക്കെ, ഞാനല്ല, എൻ്റെ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഞാൻ സുനിലിനോട് ക്ഷമിക്കുന്നു. ഇദ്ദേഹം ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും ഞാൻ മാപ്പ് കൊടുക്കുന്നു. ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈ വ്യക്തിയോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു. ഓക്കെ, ശ്രീജ എൻ്റെ കൂട്ടുകാരിയായിരുന്നു, പക്ഷേ കുറേ തവണ എൻ്റെ ടീച്ചേഴ്സിനെ തെറ്റിദ്ധരിച്ച് എനിക്ക് വഴക്കോ അടിയൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈശോയെ, നിൻ്റെ സ്നേഹത്തെ പ്രതി, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ശ്രീജയോട് നിരുപാധികം ക്ഷമിക്കുന്നു. എൻ്റെ പപ്പ എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ തരും, എന്നെ പഠിപ്പിക്കുന്നത് പപ്പയാണ്, കാശ് മുടക്കുന്നത് പപ്പയാണ്. പക്ഷേ പപ്പയുടെ ഈ സ്വഭാവം കാരണം എനിക്ക് പപ്പയെ ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമില്ല, ദേഷ്യമാണ്. പക്ഷേ എൻ്റെ ഈശോയെ, ഞാൻ ഈ പപ്പയോട് നിരുപാധികം ക്ഷമിക്കുന്നു. സിസ്റ്ററിനോടും, പള്ളിയിലെ സിസ്റ്ററിനോടും ഞാൻ ആ സിസ്റ്ററിനോട് നിരുപാധികം ഞാൻ ക്ഷമിക്കുന്നു, ഈശോയുടെ സ്നേഹത്തെ പ്രതി ക്ഷമിക്കുന്നു. ഇതുപോലെ നമ്മുടെ ഹൃദയം ക്ലിയർ ആക്കണം. ഓക്കെ, ഇത് സിസ്റ്റർ സാമ്പിളായിട്ട് 4 പേരെ എഴുതിയതാണ്. നമുക്ക് കുറേ പേരെ കാണും. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി,
എന്നിട്ട് ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ മാറാലകൾ പോലെ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുവാണ്. എന്തിനാ നമ്മൾ വെറുതെ വേസ്റ്റ് ചുമന്നുകൊണ്ട് നടക്കണേ? വേസ്റ്റ് ആരെങ്കിലും ചുമക്കുമോ? വീട്ടിലെ അടുക്കളയിലെ വേസ്റ്റ് നമ്മൾ എത്രയും വേഗം അത് കളയും അല്ലേ? ഒരു 2 ദിവസം വെച്ച് നോക്കിക്കേ, അമ്മ വേസ്റ്റ് അത് തട്ടിക്കളയുന്നില്ല. നമുക്ക് ഫ്രണ്ടിലിരുന്നാലും ആ മണം വരും അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ എന്തിനാ വേണ്ടാത്ത ഇമോഷൻസൊക്കെ ഇങ്ങനെയാക്കി ചുമന്നുകൊണ്ട് നടക്കണം? ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് അങ്ങ് വിട്ട് ഹൃദയം പക്കാ ക്ലീനാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് പറഞ്ഞാൽ വെട്ടിക്കളയുന്നത്? ഈശോയുടെ സ്നേഹത്തെ പ്രതി. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു വചനം കൂടി, 4 ടിപ്പ് പറഞ്ഞു. ലാസ്റ്റ് നമ്മളിതുപോലെ ഹൃദയം ക്ലീനാക്കി ബ്ലെസ്സിങ് ഒക്കെ ഓർത്തു. ഇനി എന്താ, ഈ ക്ലീൻ ചെയ്ത സ്ഥലത്ത് നമ്മൾ വേറെ ഒരു ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നിറയ്ക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുവാണ്. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് സങ്കീർത്തനം 23:1. എന്താ പറയണത്? കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. ആ ഫീലിൽ ഓക്കെ, അത് വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. ഇനി ജോഷുവ 1:9, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. ഇതുപോലെ നമ്മൾ ദൈവിക വചനം കൊണ്ട് നിറയ്ക്കുന്നു. അറിഞ്ഞുകൊണ്ടെങ്കിൽ കാണാതെ പഠിച്ച് വരുമ്പോൾ ഒരു 5-6 തവണയൊക്കെ ഇങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സെറ്റാകും. ഓക്കെ, തമ്പുരാൻ നമ്മളെ സഹായിക്കും. ഇങ്ങനെ പറഞ്ഞ് ഇനി വചനം ഒന്നും കൃത്യമായി ഓർക്കാൻ പറ്റിയില്ലെങ്കിലും നോ പ്രോബ്ലം. ഈശോയെ എൻ്റെ ഹൃദയം ഏറ്റെടുക്കണമേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ, അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയം ഒന്ന് ആക്കി തരണമേ, ഒന്ന് വെളുപ്പിച്ചെടുക്കണമേ. സിമ്പിൾ, നമ്മുടെ ലാംഗ്വേജിൽ പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് സിസ്റ്റർ പറഞ്ഞത് എന്താ ഒന്ന് ഓർത്തെടുത്തേ. എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞതേ? ഇന്ന് പറഞ്ഞത് എന്താ? സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയാണ് അല്ലേ? നമ്മൾ കോൺഫിഡൻറ്റോടുകൂടി ജീവിക്കണം. ജീവിതത്തിൽ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും സന്തോഷത്തോടെ നമ്മൾ ജീവിക്കണമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. അതിന് 2 കാര്യം പറഞ്ഞു. എല്ലാവരും പറയുന്നത് കേട്ട് അത് ഞാനാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാകും എന്ന് പറയരുത്. ദൈവം പറഞ്ഞത് വിശ്വസിക്കുക, അതനുസരിച്ച് ജീവിക്കുക. മനുഷ്യരെ പറയുന്നതനുസരിച്ച് ജീവിക്കരുത്. നീ നിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയാൽ മതി. ദൈവം നമുക്ക് വഴി വെട്ടിത്തെളിച്ച് കാണിച്ചു തരും, പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും എങ്ങനെ ജീവിക്കണമെന്ന്. ഓക്കെ, പിന്നെ സിസ്റ്റർ കുറച്ച് ടിപ്പ് പറഞ്ഞു തന്നായിരുന്നു. ദീർഘശ്വാസം എടുക്കുന്നു, വിടുന്നു. ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ചെയ്യുക. 2ാമത്തത് പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് നടക്കണം. 3ാമത് സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് പറഞ്ഞാൽ പോരാ, വല്ലപ്പോഴും ഒക്കെ എഴുതി നോക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റും. അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ, ഹൃദയം വരയ്ക്കണം. ഹൃദയത്തിൽ വേദനിപ്പിച്ച ആൾക്കാരെയൊക്കെ ഓർത്തെടുത്ത് ആരുടെ നാമത്തിൽ ക്ഷമിക്കണം? ഈശോയുടെ നാമത്തിൽ, നമ്മുടെ ഈശോയുടെ നാമത്തിൽ ഇയാളോട് ക്ഷമിക്കുന്നു. 1 by 1, എല്ലാം കൂടി ജനറലൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഓരോരുത്തരെ പറഞ്ഞ് ക്ഷമിക്കണം. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാ പോസിറ്റീവായിട്ടുള്ള ദൈവവചനം കൊണ്ട് നിറയ്ക്കണം. ഓക്കെ, ഇനിയിപ്പോൾ പഠിക്കാനൊക്കെ മറന്നു പോകണമെങ്കിൽ ഒരൊറ്റ വചനം മതി. ആവർത്തിച്ച് അത് ഭക്ഷിച്ച് നമ്മുടെ മനസ്സിൻ്റെ, ചിന്തയുടെ, വികാരങ്ങളുടെ, പ്രവൃത്തിയുടെ, ശീലത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അങ്ങനെ കോൺഫിഡൻറ്റോടുകൂടി നമുക്കുള്ള ഒരു ജീവിതം ആഘോഷിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, പ്രത്യേകിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.